എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതുപരിപാടിയിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശന സംവിധാനം വരെയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങളുടെ അപേക്ഷാ സമർപ്പണം കഴിഞ്ഞതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. ട്രയൽ അലോട്ട്മെന്റ് ഹൗ ടു ചെക്ക് ട്രയൽ അലോട്ട്മെന്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അലോട്ട്മെന്റ് കിട്ടിയാൽ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കണം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാനത്തിൻ്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ സാധാരണ എല്ലാ വർഷങ്ങളിലും അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് രാത്രിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും. അതായത് ഏത് ദിവസമാണോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കുമെന്ന് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞത് അതിന് തലേ ദിവസം തന്നെ ലഭ്യമാകും. പ്രിയ വിദ്യാർത്ഥികൾക്ക് +1 അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ളൊരു പ്രീമിയർ വീഡിയോയും ചെക്ക് ചെയ്യാനുള്ളൊരു വീഡിയോയും ഒറ്റ വീഡിയോ ആണ് നമ്മുടെ ചാനൽ +1 അലോട്ട്മെന്റ് 2025 ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷർ എന്ന പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ നമ്മൾ പറയുകയാണ്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കാം. അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണും. ഇപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് അവിടെ കാണാൻ സാധിക്കില്ല. ലിങ്ക് അവിടെ ക്ലോസ്ഡ് ആയിരിക്കും. ബട്ട് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. ശേഷം ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചതെന്നും ഏത് സ്കൂളിലേക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചതെന്ന് പറയണമെങ്കിൽ അതിൻ്റെ അടിയിൽ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെന്റ് അനുവദിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചില്ല, അങ്ങനെയെങ്കിൽ എന്താണ്, സോറി യു ഹാവ് നോ അലോട്ട്മെന്റ്, തൽക്കാലം താങ്കൾക്ക് അലോട്ട്മെന്റ് ഇല്ല എന്നായിരിക്കും കാണിക്കുക. ട്രയൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാനായി പോകണോ? വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ്. മോസ്റ്റ് പ്രോബബിൾ പറഞ്ഞാൽ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നത് കൊണ്ട് കാര്യമില്ല. ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയാൽ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കണോ എന്നുള്ള ചോദ്യത്തിന് നോ എന്ന്, അഡ്മിഷൻ ഒന്നും പോകണ്ട. ബട്ട് ജൂൺ 2-ന് പ്രസിദ്ധീകരിക്കുന്ന ഒന്നാം അലോട്ട്മെന്റ്, മുഖ്യഘട്ടത്തിലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നവർ മൈ നെയിം ഈസ് ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.